കണ്ണൂർ ജില്ലാ ലോറി ഓണേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഡീസൽ വിലക്കയറ്റവും അതുപോലെ തന്നെ അനുബന്ധപരമായിട്ടുള്ള മറ്റു സാധനങ്ങളുടെ അന്യായമായിട്ടുള്ള വിലക്കയറ്റമാണ്. അപ്പം വാഹനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം കേരളത്തിലുള്ള ഉടനീളം വാഹന ഉടമകൾ മുന്നോട്ട് പോകുന്നു. അപ്പം നമ്മൾ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ വിളിച്ചുകൂട്ടി ഇതിനെന്താ പ്രതിവിധി എന്ന് ആലോചിച്ചപ്പോൾ വാടക വർദ്ധിപ്പിക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന 5-ാം തീയതി 25% വാടക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് വാഹനം ഓടിക്കുമെന്നുള്ള നിലയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അത് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, 20 വർഷമായിട്ട് കേരളത്തിൽ വാഹനങ്ങൾക്ക് വാടക വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ വാടക വർധനവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാപാരികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് വിലക്കയറ്റം സൃഷ്ടിക്കുന്നത്. അനാവശ്യപരമായി വിലക്കയറ്റം വ്യാപാരികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് സർക്കാരും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളും തിരിച്ചറിയണമെന്നാണ് നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ളത്. 20 വർഷമായിട്ട് കേരളത്തിൽ ഒരു വാഹനത്തിനും വാടക വർദ്ധിപ്പിച്ചിട്ടില്ല. ബസ്സിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾക്കോ മറ്റ് ഗുഡ്സ് കാരിയർക്കോ വർദ്ധിപ്പിച്ചതല്ലാതെ ലോറി മേഖലയിൽ ഗുഡ്സ് വെഹിക്കിളിന് ഇതുവരെ വാടക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വ്യക്തമായ സത്യമാണ്. മറ്റൊരു വിഷയം, ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് ഈ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് 10 ടണ്ണ് ഭാരം കയറ്റേണ്ട വണ്ടിയിൽ 20ഉം 25ഉം ഭാരം കയറ്റി 10 ടണ്ണിന്റെ GST ബില്ലടിച്ച് സ്മഗ്ലിംഗ് നടത്തുക എന്നുള്ള ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി വേണം. പലപ്പോഴായി മന്ത്രിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഉൾപ്പെടെ ജില്ലാ RTOന് ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടും അവർ തിരിഞ്ഞു നോക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും മറ്റു അല്ലീഗൽ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ സംശയിക്കുന്നു. കാരണം 25 ടണ്ണ് 10 ടണ്ണ് ഭാരം കയറ്റേണ്ട വണ്ടിയിൽ 20ഉം 25ഉം ടണ്ണ് കയറ്റി പോകുമ്പോൾ സർക്കാരിന് ഫൈനിൻ്റെ ഇടയിൽ തന്നെ കോടികൾ വരുമാനം വരേണ്ട ഒരു വിഷയമാണെന്നും മറ്റുള്ള വാഹനങ്ങളിലെ തകർക്കാൻ പോകുന്ന ഈ സമീപനത്തിന് പരാതി കൊടുത്തിട്ട് പോലും എൻഫോഴ്സ്മെന്റോ കണ്ണൂർ ജില്ലാ RTO ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ പുറകിൽ എന്താണ് അവരെടുക്കാത്തതെന്ന് തേജോവിധം നമുക്ക് തിരിയുന്നില്ല. അപ്പം അത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നിലവിൽ ഈ വാടക വർധനവും അതുപോലെ തന്നെ ഇത്ര അൺലീഗലായിട്ടുള്ള പ്രവർത്തനവും വാഹനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പല വാഹനങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ, മയക്കുമരുന്ന് പിടിച്ചിരുന്നല്ലോ. അപ്പൊ ഇത്തരമുള്ള അൺലീഗൽ പ്രവർത്തനങ്ങളും നിർത്തലാക്കാൻ സർക്കാർ അടിയന്തരപരമായിട്ട് ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2005 കിട്ടുന്ന വാടക തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. അതിനുശേഷം 2005 പെട്രോൾ ഡീസലിന് 50 രൂപക്ക് താഴെയാണ്. പക്ഷെ ഇന്ന് 100 രൂപക്ക് മേലെയായി. നമുക്ക് നിർത്തി വെക്കുക എന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇന്നിപ്പം ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിന് ചില വ്യാപാരികളടക്കം പറയുന്നത് ഡീസൽ വില വർധനവ് കൊണ്ട് ട്രക്കുകൾക്ക് അമിതമായ വാടക ഈടാക്കിയിട്ടുണ്ട്. അപ്പം പൊതുജനങ്ങളെ ചില വ്യാപാരികൾ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വാടക ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിലവിലിപ്പോൾ തൊഴിലാളികളെ അപേക്ഷിച്ചിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുതലാളിമാരെ ലോറികൾ നിലനിന്നാൽ മാത്രമേ ഒരാൾക്ക് തൊഴിലുള്ളൂ. ഒരു വണ്ടിയിൽ 2 തൊഴിലാളി പോകുന്നത് ഒരു തൊഴിലാളിയെ മാറി. അതൊരു വലിയൊരു കുറവ് തന്നെയാണ്. അതൊരു 5 ലക്ഷം തൊഴിലാളികൾ വേണമെങ്കിൽ ഇപ്പോൾ 2.5 ലക്ഷം മാറി. ഇന്നിപ്പോൾ അറിയാലോ, ഒരു ചായക്ക് 15 റുപ്യ. നമ്മളെ ലോറി തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 3-4 അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അതുവരെയുള്ള എല്ലാ ചെലവും ഹോട്ടൽ ചെലവാണ്. അപ്പം അത്രയും ചെലവുകൾ നമുക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനുള്ള വേതനം കൂട്ടിക്കിട്ടുന്നില്ല.
ഒരു മുതലാളിയുടെ അടുത്ത് ഒരു വേതനം കൂട്ടിച്ചോദിച്ചാൽ തൊഴിൽ പോകാന്നല്ലാതെ വേതനം കിട്ടില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇത് നമ്മുടെ ലാഭത്തിന് വേണ്ടിയല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രതികരണവും അങ്ങനെയായിരിക്കും. എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. കാരണം ഒരു സ്ഥലത്ത് ലോഡും കൊണ്ട് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലോഡ് കിട്ടാൻ 3-4 ദിവസങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചിലവർക്ക് വണ്ടിയിൽ നിന്ന് ഭക്ഷണം വെക്കുന്നത്. ആ 300 രൂപക്ക് കിട്ടുന്ന ഗ്യാസിന് ഇന്ന് 885 റുപ്യ കൊടുക്കണം, 5 കിലോ വരുന്ന ഗ്യാസിന്. കാരണം ഈ തൊഴിലാളികൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. കാരണം മൈസൂർ, ബാംഗ്ലൂർ ഭാഗത്തൊക്കെ പോയാൽ അവിടെ നിന്ന് ലോഡ് സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ വരുന്നത് മഹീന്ദ്ര പിക്കപ്പ് 1.25 ടണ്ണ് പെർമിറ്റുള്ള വണ്ടിയിലാണ് 5-6 ടണ്ണ് കയറ്റി വരുന്നത്. ഈ 2 വണ്ടിക്ക് വരുന്ന ലോഡ് ഒരു ലോറിയുടെ ലോഡാണ് ഈ 2 വണ്ടിക്ക് കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ലോഡും വളരെ കുറഞ്ഞ് ബുദ്ധിമുട്ടിയിട്ട് തൊഴിലാളികൾ സ്വതവേ പണി നിർത്തേണ്ട കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡീസൽ വർധനവും. അപ്പോൾ ഇതിനെതിരെ സർക്കാർ ഒരു ന്യായമായ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.